ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 പേയ്മെന്റ് തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണിയെടുക്കണം, അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് കൊടുക്കണം. ഇങ്ങനെയല്ലേ അനുമോള് പറഞ്ഞത്. അത് കറക്റ്റായിട്ട് അനുമോൾ അവിടെ ചെയ്യുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ വന്നിട്ടും കണ്ടന്റ് അത്രയും പോരാൻ തോന്നിയിട്ട് അനുമോൾ വീണ്ടും ഇന്ന് കിച്ചണിൽ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി. അതിനുശേഷം സ്ഥിരം പരിപാടിയായ ഒറ്റപ്പെടലിലേക്ക് പോയി. ഇത്ര പെട്ടെന്ന് സ്ട്രോങ് ആവാനും കരയാനും ഒക്കെ അനുമോൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊന്നും കണ്ടിട്ട് ആരും ഇറിറ്റേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കും, അനുമോളുടെ ഗെയിം ആയിരിക്കും. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ചാനലിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്, ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ബാക്കിയുള്ളവർ അവരുടേതായ രീതിയിൽ കളി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനുമോൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച കണ്ടന്റ് ഈ രീതിയിലുള്ളതാണ്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇല്ലായിരിക്കാം. കരഞ്ഞിട്ടായിക്കോട്ടെ ഒറ്റപ്പെട്ടിട്ടായിക്കോട്ടെ അനുമോൾക്ക് വേണ്ട സ്ക്രീൻ സ്പേസ് അനുമോൾ എടുക്കുന്നുണ്ട്. ബിഗ് ബോസും അത് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. എപ്പിസോഡിലേക്ക് വന്നാൽ ദോശയ്ക്ക് ജിഷ്ണു ഉണ്ടാക്കി വെച്ച ചമ്മന്തി ലക്ഷ്മി ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വഴക്കുകൾ ആരംഭിച്ചത്. ലക്ഷ്മി ഉണ്ടാക്കിയ സാമ്പാർ രസം പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം. അനുമോള് ദോശ ഉണ്ടാക്കിയതിന്റെ വലിപ്പം കുറഞ്ഞു പോയി, ചെറിയ ദോശ കൊടുത്തു എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അനുമോള് പറയുന്നത് 4 ദോശയൊക്കെ കൊടുത്ത് ഉമ്മാരെ വഷളാക്കിയത് അനുമോളാണ്, അതുകൊണ്ടാണ് ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. ആ ദോശ കണ്ടാൽ തന്നെ അറിയാം അത് 2 ഒന്നും കഴിച്ചാൽ അത്യാവശ്യം വിശപ്പുള്ളവർക്ക് വിശപ്പ് മാറാൻ പോടില്ല. വീട്ടിൽ കഴിക്കുന്ന പോലെ ഇവിടെ കഴിക്കാൻ പറ്റില്ലെന്നാണ് അനുമോളുടെ വാദം. പതിവ് പോലെ കൊടുക്കുന്ന ഫുഡ് പോലും അനുമോൾ അവിടെ കൊടുക്കാൻ മടിക്കുന്നുണ്ട്. ഒന്നാമത് ദോശ ചേർത്ത് അത് കൊടുക്കാൻ മടി കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവിടെ പ്രശ്നമായി. ഉള്ളപ്പോൾ ആവശ്യത്തിന് എല്ലാവർക്കും കൊടുക്കാറുണ്ട്, ഇല്ലാത്തപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ടെന്ന് ബിന്നി വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ, ഭക്ഷണം വിളമ്പുമ്പോൾ കുറച്ച് സ്നേഹത്തോടെ വിളമ്പിക്കൂടെ എന്നുള്ളതാണ് നെവിൻ ചോദിക്കുന്നത്. പിന്നെ അനുമോളെയും ലക്ഷ്മിയൊക്കെ ടോയ്ലറ്റ് ടീമിലേക്ക് ഷഫിൾ ചെയ്ത് മാറ്റുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ കിച്ചൺ ടീമും ടോയ്ലറ്റ് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായി. ഇതൊന്നും അനുമോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അനുമോൾക്ക് നന്നായിട്ട് അറിയാം കിച്ചണിലാണ് കണ്ടന്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം തന്റെ കൈകളിലൂടെ തന്നെ പോകണം എന്നുള്ളത് കാര്യം മേക്ക് ഷുവർ ചെയ്യാനും അനുമോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ തോന്നും പോലെ ടീം മാറ്റി കഴിഞ്ഞിട്ടുള്ള അതിനകത്ത് പോകാനൊന്നും സൗകര്യമില്ലെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു. ടീം മാറ്റുന്നതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിഷ്ണു അനുമോളെ ടീമിൽ നിന്ന് മാറ്റുന്നതിന്റെ റീസൺ അറിയണം. നെവിൻ അതിന് നല്ല ക്ലിയർ ആയിട്ട് മറുപടി കൊടുത്തു. ഞങ്ങളൊന്നും പട്ടികളല്ല, വി നീഡ് റെസ്പെക്ട്. ഫുഡിന്റെ കാര്യമല്ല, അവിടുത്തെ സ്ഥിതി അറിയാലോ. കിട്ടുമ്പോൾ മാക്സിമം കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ച് ജീവിച്ചു പോവുക, ഇല്ലാത്തപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. പിന്നെ അനുമോള് പതിവ് പോലെ ഒറ്റയ്ക്ക് പോയിരുന്ന് ഓരോന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. ഇവിടെ ആരും കൂലിപ്പണിയൊന്നും എടുക്കുന്നില്ല, എല്ലാവരും വെറുതെ എസിൽ ഇരിക്കുമല്ലേ, എല്ലാവരും ഊട്ടി അനുമോൾക്ക് ഇത് വേണം എന്നാണ് അനുമോള് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് ഭക്ഷണം കുറഞ്ഞു പോയതിനാണ് ഇവന്മാരൊക്കെ കൂടി പറയുന്നതെന്ന മട്ടാണ് അനുമോൾക്ക്. ആ 2 ദോശ വെച്ച് വിശപ്പൊന്നും മാറാൻ പോകില്ലെന്ന് മസ്താനിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. മസ്താനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ദോശയുടെ കാര്യം പറഞ്ഞല്ലാതെ വേറെ ഒന്നും മസ്താനിക്ക് ഈ ഒരു എപ്പിസോഡിൽ പറയാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസം എന്തായിരുന്നു പഠിച്ചു വെച്ചതും പറയാനുണ്ടായിരുന്നതും ഒക്കെ പറഞ്ഞു തീർന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കരഞ്ഞോടുകൂടി കംപ്ലീറ്റ് ആയി കാണും. അതിലേയും പറയുന്നുണ്ട് ആ ദോശ കഴിച്ചാൽ വിശപ്പൊന്നും മാറാൻ പോകില്ലെന്ന്. ആ 2 ദോശ കഴിച്ചാൽ വിശപ്പ് മാറില്ലെന്നുള്ള കാര്യം ആ കിച്ചൺ ടീമിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അനുമോള് അത് യാതൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് 2 ദോശ കഴിച്ചാൽ പോരെ, ഇതിനു മുമ്പ് വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്.